കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻപിലേക്ക് വന്ന നമ്മളെ അമ്പരപ്പിച്ചൊരു വാർത്തയായിരുന്നു ഈ ഡാർക്ക് വെബ് വഴി കൊച്ചിയിൽ നടന്ന മയക്കുമരുന്ന് കച്ചവടം എന്ന് പറയും. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള വഴികളിലൂടെയൊക്കെ മയക്കുമരുന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു എന്നതാണ് അത് നമ്മളോട് പറഞ്ഞത്. ആ കേസിൽ അറസ്റ്റിലായ എഡിസൺ എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ ഒരു വലിയ മയക്കുമരുന്ന് മാഫിയയുടെ തലവനാണെന്നാണ് ഇപ്പോൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ സ്വത്തുക്കൾ ഈ അറസ്റ്റിലായ എഡിസൺ ഒപ്പം തന്നെ അയാളുടെ സുഹൃത്തുക്കൾ ഇവരുടെയൊക്കെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് NCB അതായത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എഡിസൺ, കൂട്ടാളി അരുൺ തോമസ്, ഇടുക്കി സ്വദേശികളായ ദമ്പതികൾ എന്നിവരുടെ സ്വത്തുക്കളും നിക്ഷേപവും കണ്ടുകെട്ടാനാണ് തീരുമാനം. ഉമേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. നോക്കാം NCBയുടെ അടുത്ത നീക്കം എന്താണെന്ന്. ഉമേഷ്, നമ്മളെ ഞെട്ടിച്ചതായിരുന്നു ഈ ഡാർക്ക് വെബ് വഴിയുള്ള മയക്കുമരുന്ന് കച്ചവടം. മയക്കുമരുന്ന് എത്തുന്നതിൻ്റെ പല വഴികൾ നമ്മൾ അതിലൂടെ കാണുകയായിരുന്നു. ഇപ്പോൾ ഇവരുടെ ഈ എഡിസന്റെയും അരുണിന്റെയും പിന്നെ ഒപ്പം തന്നെ ഇടുക്കിയിലുള്ള ഒരു ദമ്പതിമാരുടെയും സ്വത്തുവകകളടക്കം കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് NCB കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ മനു, ഈ ആദ്യം പിടിയിലായ എഡിസൺ ഇയാൾ വഴി ആണ് വിശദമായ അന്വേഷണത്തിലേക്ക് NCB കടന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ശൃംഖല വളരെ വലുതാണ് എന്ന് മാത്രമല്ല ഈ പ്രതികൾ ഇതുപയോഗിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചതായുമൊക്കെയുള്ള വിവരങ്ങളിലേക്ക് NCB എത്തുന്നത് അങ്ങനെയാണ്. ഈ ഘട്ടത്തിൽ ഇവർക്കെതിരെയുള്ള ആദ്യത്തെ നടപടി, കടുത്ത നടപടി എന്നുള്ള നിലയിലാണിപ്പോൾ ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ആദ്യം അറസ്റ്റിലായ എഡിസൻ്റെയും ഇയാളുടെ കൂട്ടാളി അരുൺ തോമസ്, ഒപ്പം ഈ എഡിസൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന ഡിയോൾ എന്ന് പറയുന്നയാൾ, ഡിയോൾ, ഇയാളുടെ ഭാര്യ അഞ്ജു, അങ്ങനെ 4 പേരാണ് ഇതിനകം NCBയുടെ പിടിയിലായത്. ഈ 4 പേരും നിലവിൽ റിമാൻഡിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായി ഇവരുടെ ഇന്ത്യയിലും പുറത്തുമൊക്കെയുള്ള സ്വത്തുക്കൾ, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുള്ള സ്വത്തുക്കൾ അത് മരവിപ്പിക്കുന്ന നടപടി ഇതിനകം NCB സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത പടി എന്നുള്ള നിലയിലാണ് ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്ക് കടക്കുന്നത്. ഈ പ്രതികൾ സ്വദേശത്തും വിദേശത്തുമായി കോടികളുടെ ഇടപാട് നടത്തിയിട്ടുണ്ട്. പലതും ക്രിപ്റ്റോ കറൻസി വഴിയൊക്കെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവർക്ക് എവിടെയൊക്കെയാണ് സ്വത്തുക്കൾ എന്ന കാര്യങ്ങളൊക്കെ NCB പരിശോധിച്ച് വരികയാണ്. അവയെല്ലാം കണ്ടുകെട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടി. ഇതിന് നിലവിൽ പരിശോധിച്ചതിൽ നിന്ന് ഈ എഡിസൻ്റെ അക്കൗണ്ടുകൾ, അതായത് NCB കണ്ടെത്തിയ അക്കൗണ്ടുകളൊന്നും വലിയ തരത്തിലുള്ള നിക്ഷേപമുള്ളതായി കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ കൂടുതൽ അക്കൗണ്ടുകൾ ഒരുപക്ഷെ ഇയാൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. അത് സ്വദേശത്തുണ്ടാകാം, വിദേശത്തുണ്ടാകാം. അതിലേക്കൊക്കെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം ഇവരെ ഇനി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതിനായി കസ്റ്റഡി അപേക്ഷ ഇതിനകം അഡീഷണൽ സെഷൻസ് കോടതിയിൽ NCB സമർപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തിങ്കളാഴ്ച ആയിരിക്കാം ഇവരെ കസ്റ്റഡിയിൽ ലഭിക്കുക എന്നുള്ളതാണ് പ്രതീക്ഷ. 5 ദിവസത്തേക്കെങ്കിലും കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് NCB കടക്കും. ആദ്യം അറസ്റ്റിലായ എഡിസൺ, ഇയാളുടെ കൂട്ടാളി അരുൺ തോമസ്, ഇവരെ ചോദ്യം ചെയ്യലിൽ നിന്ന് മറ്റ് ചില സംഘങ്ങളുണ്ട് എന്നുള്ള സൂചന NCBക്ക് ലഭിച്ചിരുന്നു. ഒപ്പം സമാന്തരമായി നടത്തിയ അന്വേഷണത്തിലാണ് 2023 ഇതുപോലൊരു ഡാർക്ക് വെബ് വഴി ഒരു മയക്കുമരുന്ന് കടത്ത് സംബന്ധിച്ച് NCB കണ്ടെത്തിയിരുന്നു. അതിൽ കണ്ണികളായ ദമ്പതികൾ എന്നുള്ള നിലയിലാണ് ഇടുക്കിയിൽ റിസോർട്ട് ഉടമകളായ 2 പേരെ, ഡിയോൾ, അഞ്ജു, ഇവരെ കൂടി കഴിഞ്ഞ ദിവസം NCB കസ്റ്റഡിയിലെടുത്തത്. 2 കൂട്ടരും ഈ ഡാർക്ക് വെബ് വഴിയാണ് വിദേശത്ത് നിന്ന് ഇവിടേക്ക് ലഹരി കൊണ്ടുവരികയും ഇവിടെ ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്തത്. ഈ 2 കൂട്ടരും, അതായത് എഡിസണും ഈ ദമ്പതികളും സുഹൃത്തുക്കളാണെന്നുള്ള വിവരമുണ്ട്. ഇവർ കൂട്ടായും ഒറ്റയ്ക്കും ഒക്കെ ഇത്തരത്തിൽ ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ട്. എഡിസൺ ഇംഗ്ലണ്ട് കേന്ദ്രമായി ഡോക്ടർ സ്യൂസിൽ നിന്നാണ് ഈ ലഹരി കൊണ്ടുവന്നത്. ഒപ്പം ആ ദമ്പതികളും ഇത് ഡോക്ടർ സ്യൂസുമായി ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ഓസ്ട്രേലിയയിലേക്കാണ് ഈ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ 2 പേരും മാത്രമല്ല, അല്ലെങ്കിൽ ഇക്കൂട്ടർ മാത്രമല്ല എന്നുള്ളത് NCBക്ക് ഉറപ്പാണ്. കൂടുതൽ ഈ ശൃംഖലയിലുള്ളവരെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഇവരെ തന്നെ വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ വിവരം NCBക്ക് ലഭിക്കൂ. ഒപ്പം ഇവരുടെ ഡിജിറ്റൽ ഉപകരണങ്ങളൊക്കെ ഇതിനകം തന്നെ NCB പിടികൂടിയിട്ടുണ്ട്. അതൊക്കെ വിശദമായ പരിശോധനയ്ക്ക് അയക്കുകയാണ്. ആ പരിശോധനാ വിവരവും നിർണായകമാകും എന്ന് NCB കരുതുന്നുണ്ട്. ഏറ്റവും പ്രതിസന്ധി ഡോക്ടർ സ്യൂസ് എന്ന് പറയുന്ന ഈ മയക്കുമരുന്നിൻ്റെ ഉറവിടം, അത് അവിടേക്ക് എത്താൻ ഇതുവരെ NCBക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് അസാധ്യമാണ്, ഏറെ ശ്രമകരമാണ്. അത് യൂറോപ്പ് കേന്ദ്രീകരിച്ചൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ, യൂറോപ്പിലെയും അമേരിക്കയിലെയും ഒക്കെയാണ് ഇതിൻ്റെ സൂത്രധാരന്മാർ എന്നും NCB കണ്ടെത്തിയിട്ടുണ്ട്. അവരുമായി, ഇന്ത്യയിലുള്ളവരുമായി ബന്ധപ്പെടുത്തുന്ന കണക്ഷൻ അത് ആരൊക്കെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്.
ചില ഇടനിലക്കാരെ കണ്ടെത്തി എന്നുള്ളതല്ലാതെ നേരിട്ട് ഈ ഡോക്ടർ സ്യൂസുമായി ബന്ധമുള്ളവരെ ഇതുവരെ കണ്ടെത്താൻ NCBക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ലഹരിക്കടത്തിൽ കണ്ണികളായി പ്രവർത്തിക്കുന്നവരാരും പരസ്പരം അറിഞ്ഞുകൊണ്ടല്ല, അവരെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. എന്നാൽ ഇതുമായി ബന്ധിപ്പിക്കുന്ന ഏതോ കണ്ണിയുണ്ട് എന്നൊക്കെയാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് NCB കടക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും NCBയുടെ നീക്കം ഈ പറയുന്ന ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്നതാണ് അടുത്ത ഘട്ടം. അതിലേക്ക് അവർ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.